എൻ്റെ ഒരു ഹാഫ് ഡേ ക്ലീനിങ് ആണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ കുറച്ച് സ്പീഡാക്കിയതാണ്, എന്താണെന്ന് വെച്ചാൽ ബോറാകണ്ട നിങ്ങൾക്ക്. അപ്പോൾ എന്തൊക്കെയാണ് വീഡിയോ എന്ന് കാണുക. ആദ്യം പാത്രമൊക്കെ കുറേ വാഷ് ചെയ്യാനുണ്ട്, അതിന് അതൊക്കെ വാഷ് ചെയ്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ കറിയൊക്കെ വെച്ചിന് അതിൻ്റെ ശേഷമുള്ള ക്ലീനിങ് ആണ്. അപ്പോൾ ചോറാണ് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഇതിലാണ് ഞാൻ ഈ വലിയ സ്പൂണൊക്കെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇട്ട് വെക്കൽ. അങ്ങനെ ഇക്ക വന്നു. പിന്നല്ലേ ഞാൻ ഇക്കാന്ന് വിളിക്കാറില്ല ഇപ്പോൾ പുതിയതായിട്ട് വിളിക്കുന്നത് എന്തോ അൺകംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഞാൻ എൻ്റെ പേര് പറയും. ആദ്യമെല്ലാം മുത്തേ എന്നല്ല വിളിക്കും, ഇപ്പോഴും മുത്തേന്ന് വിളിക്കും. പക്ഷെ അധികവും ഞാൻ വന്നത് സുനി എന്നാണ് വിളിക്കുക. അപ്പോൾ സുനീറാണ് പേര് ഹസ്ബൻഡ്. അപ്പോൾ സുനി എന്നാണ് വിളിക്കുക. അപ്പോൾ ഞാനിനി അങ്ങനെ തന്നെ വിളിക്കുക അല്ലേ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അൺകംഫർട്ടായിട്ടല്ലേ ഇക്ക എന്ന് പറയുന്ന മീനിങ് ഐ തിങ്ക്. എന്താ വെച്ചാൽ ഇക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഏട്ടനെ പറയുന്നുണ്ട്, വയസ്സിൽ മൂത്തോറ പറയും. പിന്നെ കാറിനോറ വന്നിട്ട് ഇക്കാന്ന് വിളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് ഹസ്ബൻഡ് ഇക്കാന്ന് വരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എന്താ ഇവൾ ഇങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഹസ്ബൻഡ് വേറെ ഇക്ക വേറെ അല്ലേ. ഇക്ക എന്ന് പറയുന്ന മീനിങ്ങിൽ എന്തൊക്കെയാണ്. പക്ഷേ ചില ആൾക്കാർ ബഹുമാനം കൊണ്ട് വിളിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ഏട്ടനെ, നമ്മൾ സ്വന്തം ഏട്ടനെ അപ്പോൾ ഏട്ടൻ വിളിക്കുന്നില്ലേ. അപ്പോൾ അവരെങ്ങനെയാണ് നമ്മൾ അല്ലേ. അപ്പോൾ ഹസ്ബൻഡ് ഏട്ടൻ. അപ്പോൾ കേരളത്തിലെ മുഴുവനും ആൾക്കാർ അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷെ ഞാൻ കേരളത്തിൽ ഇന്ത്യൻ്റെ പുറത്തുനിന്ന് വന്നതുകൊണ്ടാണെന്നോ അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു ഫീല്. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്ന് അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കുട്ടികളൊക്കെ ഇന്ന് പുറത്തിറക്കാൻ മുറ്റത്തിറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ് വരക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുത് ഡ്രോയിങ്ങൊക്കെ വരച്ചിട്ട് ഓരോന്ന് കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ് വീട് ഒക്കെ തുടച്ച് കഴിഞ്ഞു. ഇനി മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്ത് വാഷിംഗ് മെഷീനിലുണ്ട്, അതൊന്ന് ആറിടണു. അപ്പോൾ സിറ്റ് ഔട്ടാണ് ഇത്, അതൊന്ന് തുടച്ച്. അപ്പോൾ അതിന് ശേഷം ഇതൊക്കെ ഞാൻ ജീൻസ് അപ്പോൾ സെപ്പറേറ്റ് ആണ് ഓരോരോ ഡ്രസ്സൊക്കെ അങ്ങനെ വാഷിങ്ങിനിടുക. അപ്പോൾ ഇത് ജീൻസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ അങ്ങനെ പണിയെടുത്ത് വിയർത്ത് കുളിച്ച് ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് മുറ്റത്ത് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇത് അങ്ങനെ പിന്നെയും ഏതാ പണി